നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ, അത് ആ സൈനിക നടപടിക്ക് ശേഷം ഇപ്പോൾ സംഘർഷത്തിൽ അയവ് വരുന്നില്ല. അതിർത്തിയിലടക്കം കനത്ത ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകളും നടക്കുന്നുണ്ട്. സനോജി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇപ്പോൾ സർവകക്ഷി യോഗം, രണ്ടാം സർവകക്ഷി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം വരുന്ന ചില ബ്രേക്കിംഗ് വാർത്തകൾ എന്ന് പറഞ്ഞാൽ ചെനാബ് നദിയിൽ ഷട്ടറുകൾ 2 തുറന്നിട്ടുണ്ട്. ഇത് സിന്ധ് പ്രവിശ്യയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതോടൊപ്പം ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ട 2 വാർത്തകൾ കൂടിയുണ്ട്. ലഹോർ വാൾട്ടൺ വിമാനത്താവളത്തിൽ തുടരെ 3 സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് ഇതിൽ പങ്കില്ല എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രധാന വാർത്തകൾ നിൽക്കുമ്പോൾ തന്നെ രണ്ടാം സർവകക്ഷി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇത് സിന്ദൂർ 2.0 ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള സർവകക്ഷി യോഗമാണോ എന്നുള്ളതാണ് തിരക്കിട്ട ചർച്ച. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. RP സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, 1ാം സർവകക്ഷി യോഗം 1ാമത്തെ ഓപ്പറേഷന് മുമ്പ് നടന്നെങ്കിൽ ഇപ്പോൾ 2ാം സർവകക്ഷി യോഗം നടക്കുകയാണ്. നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇത് ശരിക്കും ഒരു 2ാം ആക്രമണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള യോഗമാണ്. അതിൽ സനോജ് ഇപ്പോൾ പറഞ്ഞ ഡാമിൻ്റെ കാര്യം, മറ്റ് കാര്യങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ബലൂജ് ആർമി രാവിലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു ട്രക്ക് ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ട്. 12 സൈനികർ. അതും ഞാനത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആ വീഡിയോയ്ക്ക് പോലും ഭയങ്കര ക്ലാരിറ്റിയാണ്. പ്രിസൈസ് അറ്റാക്കാണ്. വളരെ കൃത്യമായി അവരെത്രത്തോളം അവരുടെ അറ്റാക്കിംഗ് കപ്പാസിറ്റി അവർ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ വീഡിയോയും ആ ഓപ്പറേഷനും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു സുവർണ അവസരമാണ്. കാരണം അവിടുന്ന് ഇൻഫൻട്രി ട്രൂപ്സ് ഉൾപ്പെടെ നമ്മുടെ ബോർഡറിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാൻ ആർമി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കതൊരു വലിയ കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സൈഡിൽ, ഭാരതത്തിൻ്റെ സൈഡിൽ, കിഴക്കൻ സൈഡിൽ അവർക്ക് ഭാരതത്തെ നേരിടണം. ഖൈബറിൽ പക്തൂൺക്വ എന്ന് പറയുന്നിടത്ത് പ്രശ്നങ്ങൾ, ബലൂചിസ്ഥാനി പ്രശ്നങ്ങൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകിസ്ഥാൻ ടോട്ടലി പാനിക്കിലാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എൻ്റെ ഒരു വലിയ സംശയം, ഈ ഇത്രയും കനത്ത ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ 40-40ഓളം ആൾക്കാർ, നിരപരാധികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇതിനെ ഒരു വലിയ യുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു എന്ന് കാണിക്കുകയാണ്. ഇതെല്ലാം നാടകമാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ വിട്ടിരുന്നു, പാകിസ്ഥാന് ഒരു 3.5 ദിവസത്തിനപ്പുറം ഒരു യുദ്ധവും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവരിതിനെ എസ്കലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ മുകളിൽ പ്രഷർ വരണം, പിൻവാങ്ങാൻ. ആ പ്രഷർ ഭാരതത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി, സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു. ഇരുകൂട്ടരും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഭീതി ഉണ്ടാക്കി പാകിസ്ഥാൻ ഭാരതത്തെ കൊണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ള, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യുദ്ധ തന്ത്രമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് തന്നെയാണ് RP. കാര്യം ഇന്ന് രാവിലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, 2 പേരും സമാധാനത്തിന് വേണ്ടി പോകണം, അല്ലെങ്കിൽ അമേരിക്ക എന്ത് സഹായം വേണോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കയിലേക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഇല്ല, അമേരിക്ക ആരിടപെട്ടാലും ഇതിനകത്ത് നമ്മുടെ നിലപാടാണ് പ്രധാനം. നമുക്ക് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് പോകാൻ ഒരു താല്പര്യവും ഇല്ല. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് നമ്മളുടെ വളരെ പ്രിസൈസ് അറ്റാക്കാണ്. ഞങ്ങളുടെ അറ്റാക്ക്, അത് നമ്മളുടെ ആ വനിതാ ഓഫീസർമാർ അവരുടെ ബ്രീഫിംഗ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. കുമാർ അത് കേട്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് തൊട്ടിട്ടില്ല, ഞങ്ങൾ സിവിലിയൻ ഏരിയസ് തൊട്ടിട്ടില്ല, ഞങ്ങൾ നോക്കിയത് തീവ്രവാദികളുടെ കേന്ദ്രങ്ങളാണ്. അത് നമ്മൾ ചെയ്തു, നമ്മുടെ പണി കഴിഞ്ഞു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോയി ഇതിനെ ഒരു യുദ്ധമാക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ പ്രവൃത്തി അനുസരിച്ചിരിക്കും.
അത് പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഇവിടെ ബഹളം ഉണ്ടാക്കിയാൽ, നമ്മളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധം എന്നുള്ള ഒരു സാധ്യത എത്ര ശതമാനത്തോളമാണ് താങ്കൾ? നമുക്കിപ്പോൾ ശതമാനം പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഒത്തിരി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഇതിൽ പാകിസ്ഥാൻ ഇനിയും ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ആഗോളതലത്തിലുണ്ടാകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും ഇത് പോകാം. അല്ല, ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിപ്പോൾ ഏകദേശം 30 മണിക്കൂറോളം പിന്നിടുകയാണ്. ഈ 30 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ വലിയ പ്രകോപനമാണ് ഇന്ത്യക്കെതിരെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 35ഓളം സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ഗ്രാമീണർ, പ്രത്യേകിച്ചും പൂഞ്ച്, ദ്രാസ്, കുപ്വാര തുടങ്ങിയ മേഖലകളിലെ സാധാരണക്കാരെയാണ്. വലിയ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വലിയ പ്രതികരണമൊന്നുമല്ല. ഇത്രയും പ്രതികരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അത് ഏത് സെക്ടറിലുണ്ടാകും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത്രയൊക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കും. നമ്മുടെ ഭാരതത്തിനുള്ളിലേക്ക് അവരാക്രമിച്ചിട്ടില്ല, നിയന്ത്രണ രേഖയാണ് അവരാക്രമിച്ചിരിക്കുന്നത്. ഭാരതത്തിനുള്ളിലേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു നഗരവും സുരക്ഷിതമല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇനി ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ, അത് പാകിസ്ഥാൻ എത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ ചിലപ്പോൾ ഉള്ളിലേക്ക് ആക്രമിക്കും. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ സമൂഹം നമ്മുടെ സമൂഹവുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. പാകിസ്ഥാനിലെ പഞ്ചാബി എലീറ്റാണ് പാകിസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു പഞ്ചാബി സമൂഹം, അതിലെ തന്നെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ, അതിൽ പട്ടാള മേധാവികൾ, പട്ടാളത്തിൻ്റെ ആൾക്കാർ, ഈ പട്ടാള മേധാവികളെല്ലാം ബിസിനസ്സുകാരും കൂടാണ്. അപ്പോൾ ഇവരാണ് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം കൊണ്ടുപോകുന്നത്. നമ്മുടെ ശത്രുവിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവരാണ് പാകിസ്ഥാനെ കൊണ്ടുപോകുന്നത് മുമ്പോട്ട്. അതിൽ ഇപ്പോൾ ബലൂചിസ്ഥാനിലോ സിന്ധിലോ ഖൈബറിലോ ആരെങ്കിലും പാവപ്പെട്ടവർ മരിച്ചു വീണാലൊന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവർക്ക് പൊള്ളുന്ന എവിടാണെന്നറിയാം? പഞ്ചാബിൽ ആക്രമണം മാറ്റിയാൽ അതിലാണ് ഇന്നലെ പാകിസ്ഥാൻ കാരണം പഞ്ചാബിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ലാഹോർ എയർപോർട്ട്, കറാച്ചി എയർപോർട്ട്, സിയാൽകോട്ട് എയർപോർട്ട് ഒക്കെ അടച്ചു. അവർ ഭയപ്പെടുന്നത് പഞ്ചാബ് പ്രോവിൻസിൽ ആക്രമണം ഉണ്ടാകുന്നതാണ് അവർ ഭയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിപ്പോൾ എങ്ങോട്ട് മാറുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമാണ് നടത്തിയതെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണങ്ങളാണ്. അതായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഒരു അന്തർദേശീയ ചാനലിന് മുന്നിലിരുന്ന് ചൂളിപ്പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അതായത് അദ്ദേഹത്തിന് പട്ടാളം യാതൊരു വിവരവും നൽകുന്നില്ല എന്നാണ് നമുക്കത് കണ്ടാൽ തോന്നുക. അതെ, പാകിസ്ഥാനിലെ പട്ടാളം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സനോജ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ 2ാം സർവകക്ഷി യോഗമാണ്. നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി ഇവരെല്ലാവരും ഈ ഓപ്പറേഷൻ്റെ ഭാഗമാണ്. നമ്മൾ എന്ന് മാത്രമല്ല, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പ്രധാനമന്ത്രി കോൺഫിഡൻസിലെടുക്കുന്നു, എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കോൺഫിഡൻസിലെടുക്കുന്നു. നമ്മുടെ രാജ്യം ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം നമ്മുടെ രാജ്യം റിപ്പോർട്ട് ചെയ്ത 2 മോക്ക് ഡ്രിൽ നടത്താനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിൽ നിർദ്ദേശിച്ചത്. പക്ഷെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും മോക്ക് ഡ്രിൽ നടന്നു. എക്സാക്ട്ലി. എന്ന് മാത്രമല്ല, മേഘാലയയിലെ CM കോൺറാഡ് സാഗ്മ, സ്റ്റാലിൻ, അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഈ രാജ്യത്തിന് ഒപ്പം നിൽക്കുകയാണ്. ഈ സിനേറിയോ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയാണോ? അല്ല. പാകിസ്ഥാനിൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടത്, ബലൂചിസ്ഥാനിലെ ഈ ലിബറേഷൻ ആർമിക്കാരെ പാകിസ്ഥാൻ ഏറ്റ ഈ അടിയിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. കുമാർ പറഞ്ഞ ഈ പോയിന്റ് വളരെ കറക്റ്റാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായിട്ട് ഇരുളിലാണ്. എന്ന് മാത്രമല്ല, അവർ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഖ്വാജ എന്ന് പറഞ്ഞ മന്ത്രിയുണ്ടല്ലോ, അദ്ദേഹം ഞാനിപ്പോൾ CNN-നുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് അവർ തെളിവ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 5 ജെറ്റുകൾ തകർത്തിട്ടു എന്ന് പറയുന്നു. അതിൻ്റെ തെളിവ് എവിടെ? അത് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കണ്ടത്. അത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അവിടെയാണ് നമ്മൾ ഇന്നലെ നമ്മുടെ ബ്രീഫിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ടത്. എത്ര കൃത്യമായിട്ടായിരുന്നു ആ ബ്രീഫിംഗ് നടന്നത്. അതെ. ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ആർക്കും ഇപ്പം നമ്മുടെ ജെറ്റുകൾ അടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറ്റുകൾ പൊങ്ങിയിട്ടില്ലല്ലോ, നമ്മൾ അതിർത്തി കടന്നിട്ടില്ലല്ലോ, നമ്മുടെ ഒരു സൈനികൻ അപ്പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവരെന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ആക്രമണം, ഇപ്പം
പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പം ഇന്ത്യയുടെ സൈന്യത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ വീഡിയോ തെളിവ് പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലുണ്ടാവും. അത് സംബന്ധിച്ചൊരു നിർദ്ദേശവും വരുന്നുണ്ട്. കാര്യം ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൈനികരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകി. അല്ല, അത് നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം കുറേ പേര് പറയട്ടെ, പറയുന്നവരെ സൈന്യമോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ. അതുകൊണ്ട് നമ്മളത് പറയണ്ട. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര യുദ്ധം തെറ്റാണ് ഉണ്ണി, സമാധാനമല്ലോ സുഖപ്രദം എന്നൊക്കെ പറഞ്ഞു. അതായത് അവനവന്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയുടെയും സ്വന്തം അമ്മയുടെയും മുമ്പിൽ വെച്ച് മോൻ മരിച്ചപ്പോൾ ഇവരാരും ദുഃഖം രേഖപ്പെടുത്തിയില്ല. അത് വേറൊരു വിഷയം, അത് അവിടെ നിൽക്കുക. പക്ഷേ ഇതിനെതിരെ ശക്തമായ നടപടി വേണം. ഇങ്ങനെയുള്ളവരെ വെച്ച് പറയും. ഞാൻ ഇന്നലെ കുമാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അയാളുടെ രഞ്ജിത്ത് തങ്കപ്പൻ അയാളുടെ ഫേസ്ബുക്കിലെ ഇത് തന്നെ അഷെയിംഡ് ടു ബി ആൻ ഇന്ത്യൻ, അങ്ങനെ നിങ്ങൾ രാജ്യസ്നേഹിയാണെങ്കിൽ അൺഫ്രണ്ട് ചെയ്ത് പോകുന്നുള്ള ടാഗ്ലൈൻ. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് പിന്നെ ഇന്ത്യയെ ജീവിക്കുന്നേ? മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ കഷ്ടമാണ്. എനിവേ, അതല്ലല്ലോ നമ്മുടെ വിഷയം ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടമാണിത്. എങ്ങോട്ട് വേണമെങ്കിലും സ്ഥിതി മാറി മറിയാം. അത് പാകിസ്ഥാനെ ആശ്രയിച്ചിരിക്കും. അല്ല, ഇന്നലെ നരവനയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, പിക്ചർ അബീബി ബാക്കി ഹേ. അത് വീണ്ടും ഈ 2.0 സൂചന തന്നെയാണോ നൽകുന്നത്? 2.0യും 3.0യും പ്ലാൻ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും വളരെ വ്യക്തമായിട്ടറിയാം, പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. നമ്മളിപ്പോൾ തീവ്രവാദികളെ ആക്രമിച്ചതെന്ന് പറയുന്നു, പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഹീറോസാണ്. അവരുടെ പാകിസ്ഥാൻ പട്ടാളക്കാർ ചെന്ന് നിന്നാണ് അവരുടെ ശവസംസ്കാരം നടത്തിയത്. പാകിസ്ഥാനിലെ പട്ടാള മേധാവി തന്നെ അവരെ ഹീറോ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടി ഇങ്ങോട്ട് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ആ തിരിച്ചടി എത്രത്തോളം രൂക്ഷമാണ്, അതിന് എന്ത് മറുപടി കൊടുക്കണമെന്നൊക്കെ നമ്മുടെ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ഈ മിലിറ്ററി ഓപ്പറേഷൻ ഒരു വശത്ത് ശക്തമായി നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാനുള്ളിൽ ഈ പറയുന്നത് പോലെ ഏജൻസിന്റെ ഓപ്പറേഷൻ അത് എത്രത്തോളം ഇനി വരും ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും ഞാനത് ഈ സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമല്ല, പക്ഷെ അത് ഒരു ലോങ് ടേം പ്ലാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടുത്തൊരു 5 വർഷം കൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഇങ്ങനെ ഇതിനെ നിലനിർത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നൊരു ബഫർ സ്റ്റേറ്റ് നമുക്കും ആവശ്യമാണ്, നമുക്കൊരു അതിർത്തിക്കപ്പുറം. പക്ഷേ അത് ഇത്രയും ശത്രുതാപരമായ ഒരു സമീപനം നമ്മളോട് എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബലൂചിസ്ഥാനും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഖൈബർ പഖ്തൂൺഖ്വയും ഒക്കെ അപ്പുറത്ത് വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. ഇന്നലെ RP തന്നെ മറ്റൊരു ചാനലിലെ ഡിസ്കഷനിൽ പറയുന്നത് കേട്ടു, 60ഓളം ഭീകര സംഘടനകളാണ് പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ 10 മാത്രമാണ് ഇന്ത്യ സെൻട്രിക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 60 ബാക്കി 50 എന്നുള്ളത് വലിയൊരു സംഖ്യ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ അത് ഈ 5 വർഷം കൊണ്ട് പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്യുന്നതാണ്? അല്ല, വാഷ് ഔട്ട് ചെയ്യുമെന്നല്ല. ഇപ്പൊ സംഘടനകളെ എല്ലാം വാഷ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യവും നമുക്കില്ല. നമുക്ക് വേണ്ടത് പാകിസ്ഥാൻ എന്ന ഈ പൊളിറ്റിക്കൽ എൻറ്റിറ്റി, ഈ ജോഗ്രഫിക്കൽ എൻറ്റിറ്റി, അതിൻ്റെ സ്ഥിതി ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ വളരെ പ്രിസൈസ് ആയിട്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി വളരെ പ്രിസൈസ് ആയിട്ട് ആർമി ആക്രമിക്കുന്നു. അതൊരു കോമ്പിനേഷൻ. ഇപ്പൊ ലാഹോറിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്തത് ഡ്രോണുകളുടെ ചിത്രം വന്നിട്ടുണ്ട്. അത് സർവലൻസ് ഡ്രോൺ അല്ല, അറ്റാക്ക് ഡ്രോൺസ് ആണ്. അപ്പോൾ ആരാ ചെയ്തതെന്ന് അവർ പറയും. അവരിപ്പോൾ പറയുന്ന റോയാണ് ചെയ്തതെന്ന്. അപ്പം ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഓരോ തന്ത്രങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ റെസ്പോൺസിനെ അടിസ്ഥാനപ്പെടുത്തി തിരിച്ചടിക്കേണ്ടത് എങ്ങനെയെന്ന്, എത്ര രൂക്ഷമായിട്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീരുമാനം, അതായത് ഭരണ സംവിധാനങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായാലും ഓരോ ഭാരതീയനും ഒപ്പമുണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ തത്വമയിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി അടുത്ത മണിക്കൂറുകളിൽ തത്വമയി പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. പഞ്ചാബ് അതിർത്തിയിൽ അമൃത്സറിനെ ലക്ഷ്യമാക്കി വന്ന 5 പാക് മിസൈലുകൾ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്ന വാർത്ത വരുന്നുണ്ട്. പഞ്ചാബിൽ മിസൈൽ ആക്രമണം നടത്താനുള്ള പാക് നീക്കം തടഞ്ഞു. അത് ഇതുകൊണ്ടാണ്, അതായത് പഞ്ചാബിനെ അങ്ങോട്ട് ആക്രമിച്ചതാണ് പാകിസ്ഥാൻ ഇത്രയും പ്രശ്നമായത്. പാകിസ്ഥാൻ പഞ്ചാബിനെ ആക്രമിച്ചാൽ ഞങ്ങൾ മിക്കവാറും പാകിസ്ഥാൻ്റെ എല്ലാ ലക്ഷ്യവും ഇന്ത്യയുടെ പഞ്ചാബാണ്.
അപ്പം അത് തന്നെയാണ്. RPIന്റെ കൺക്ലൂഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, അതായത് ഈ യുദ്ധതന്ത്രത്തിൽ ഒരു പ്രധാന ഒരു തന്ത്രമുണ്ട്, അതായത് ശത്രു ആക്രമിക്കുന്നു ഉറപ്പായാൽ അങ്ങോട്ട് കയറി അടിക്കുക എന്നുള്ള ഒരു തന്ത്രം. അത് ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ കൈവിട്ടു പോകുന്നത്. ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം എന്നൊക്കെ പറയുന്നത് കൈവിട്ട കളിയാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുക അല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല. അതിൽ വളരെ ഒരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായി ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നമസ്കാരം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.